ഹായ് എവരി വൺ, ഞാൻ രമേശ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് 2024 ഏറ്റവും പുതിയ ടൊയോട്ടയുടെ പ്രാഡോ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വാഹനത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തിരുന്നു, പക്ഷേ അന്ന് ഈ ഷോറൂമിലെ തിരക്കുകളൊക്കെ കാരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു പുതിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ കാണുന്നതാണ് 2024 ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോയുടെ പുതിയ മോഡൽ. ടൊയോട്ടയുടെ പഴയകാല മോഡലുകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഏറ്റവും പുതിയ പ്രാഡോയുടെ മുൻവശം ടൊയോട്ട ചെയ്തെടുത്തിട്ടുള്ളത്. ഓവൽ ഷേപ്പിലുള്ള വളരെ ഭംഗിയുള്ള ഒരു LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റിലുമായിട്ടൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സൈഡിലായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 2 പാർട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായി ബമ്പറിൽ ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വളരെ ചെറിയൊരു ഫോഗ് ലാമ്പാണ്, പക്ഷേ ആ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ട് ടൊയോട്ട ചെയ്തെടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിന് ചുറ്റും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു. പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. ബമ്പറിൻ്റെ സൈഡിലായിട്ട് എയർ ഇൻടേക്കിന് വേണ്ടി ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു. ആ ഭാഗം മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ബമ്പറിൻ്റെ മധ്യത്തിലായിട്ട് താഴെ അലുമിനിയം ഫിനിഷുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. അത് മുൻവശത്തു നിന്നുള്ള കാഴ്ചയിൽ വാഹനത്തിനൊരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട്. തൊട്ട് മുകളിലായിട്ട് വലിയൊരു എയർ ഡാം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിലായിട്ട് ഫ്രണ്ട് ക്യാമറ വന്നിരിക്കുന്നു. തൊട്ട് മുകളിലായിട്ട് പ്രാഡോയുടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് അലുമിനിയം ഫിനിഷുള്ള ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മധ്യത്തിലായിട്ട് ടൊയോട്ട എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹെഡ്ലാമ്പ് യൂണിറ്റിൽ നിന്ന് ഒരു ലൈന് ബമ്പറിലേക്ക് കൊടുത്തിരിക്കുന്നു. അത് വാഹനത്തിൻ്റെ മുൻവശത്തുള്ള കാഴ്ചയിൽ ഒരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട്. 2 കളറുകളിലായിട്ടാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് വശം ടൊയോട്ട ചെയ്തെടുത്തിട്ടുള്ളത്. വശക്കാഴ്ചയിൽ വാഹനത്തിന് മസ്കുലാർ ലുക്ക് കിട്ടുന്നതിന് വേണ്ടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബോഡി ലൈനുകളും കട്ടുകളൊക്കെ കൊടുത്തിരിക്കുന്നു. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വീലാർച്ചാണ് ഈ വാഹനത്തിന് വരുന്നത്. അത് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയിലും വശക്കാഴ്ചയിലും ഒരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ വീലാർച്ചിന് ചുറ്റും മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. അത് വാഹനത്തിന് ചുറ്റും കൊടുത്തിരിക്കുന്നു. അത് ഈ വാഹനത്തിൻ്റെ വശക്കാഴ്ചയിൽ നിന്നും അതുപോലെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുള്ള കാഴ്ചയിലും വളരെയധികം ഭംഗി സമ്മാനിക്കുന്നുണ്ട്. 265/70 R18 സൈസിലുള്ള ടയറുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. വളരെ ഭംഗിയുള്ള മാറ്റ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയ അലോയ് വീലുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അലോയ് വീലിൻ്റെ മധ്യത്തിലായിട്ട് ടൊയോട്ടയുടെ 3D ലോഗോ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ഡോർ പാഡിനോട് ചേർന്ന് ടർബോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. വളരെ വലിയൊരു ബോണറ്റ് ഏരിയയാണ് ഈ വാഹനത്തിന് വരുന്നത്. ബോണറ്റിൻ്റെ 2 സൈഡിലും ക്യാരക്ടർ ലൈനുകൾ കൊടുത്തിരിക്കുന്നു. വളരെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടർ ലൈനുകളാണ് ടൊയോട്ട പ്രാഡോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വാഹനത്തിൻ്റെ സൈഡ് വ്യൂ മിറേഴ്സ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ക്യാമറ കൊടുത്തിരിക്കുന്നു. മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വാഹനത്തിൻ്റെ ABC ഡോർ പാഡുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. ഡോറിൻ്റെ താഴ്ഭാഗത്തായിട്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗം കൊടുത്തിരിക്കുന്നു. വലിയൊരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു. പുറകിലെ വീലാർച്ചിലും മാറ്റ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ആ ഒരു ഭാഗം കടന്നു പോയിരിക്കുന്നു. പുറകിൽ നിന്നുള്ള കാഴ്ചയിലും അതീവ സുന്ദരനാണ് ഏറ്റവും പുതിയ ടൊയോട്ട ലാൻഡ് ക്രൂസർ പ്രാഡോ. വളരെ ഭംഗിയുള്ള സിമ്പിളായ ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോയ്ക്ക് കൊടുത്തിട്ടുള്ളത്. രണ്ട് ടെയിൽ ലാമ്പിനെയും കണക്ട് ചെയ്തുകൊണ്ട്
ബോഡിയിൽ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്നു. ആ കട്ടിങ് ബമ്പറിൽ അവസാനിക്കുന്ന വിധത്തിലാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ബമ്പർ കൊടുത്തിരിക്കുന്നു. അതിൽ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. ബമ്പറിൻ്റെ മധ്യത്തിലായിട്ട് അലുമിനിയം ഫിനിഷുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. മധ്യത്തിലായിട്ട് ടോ ഹുക്ക് കൊടുത്തിരിക്കുന്നു. വലതു ഭാഗത്തായിട്ട് ടെയിൽ ലാമ്പിനോട് ചേർന്ന് ടർബോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. പ്രാഡോയുടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗത്ത് ടയോട്ടയുടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇടത് ഭാഗത്തായിട്ട് ലാൻഡ് ക്രൂയിസർ, അതുപോലെ താഴെ പ്രാഡോ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നു. ഈ ബാറിന് തൊട്ട് താഴെയായിട്ട് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു. അതിന് മധ്യത്തിലായിട്ട് ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു. വൈപ്പർ കൊടുത്തിരിക്കുന്നു. ബ്ലാക്കിൻ്റെയും ബ്രൗണിൻ്റെയും കോമ്പിനേഷനിലുള്ള ലെതർ ഫിനിഷോട് കൂടിയ ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ, കോ ഡ്രൈവർ സീറ്റുകളാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. ഡാർക്ക് ബ്രൗൺ ലെതർ ഫിനിഷിൽ ചെയ്തെടുത്ത വളരെയധികം ബാക്ക് സപ്പോർട്ട്, അതുപോലെ തൈ സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ഫിനിഷോട് കൂടിയ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിലായിട്ട് ടയോട്ടയുടെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വാഹനത്തിൻ്റെ എല്ലാവിധ കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. 12.5 ഇഞ്ച് നീളത്തിലുള്ള വളരെ വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെയായിട്ട് പവർ സോക്കറ്റുകളും ഓഡിയോ കൺട്രോളുകളെല്ലാം കൊടുത്തിരിക്കുന്നു. അതുപോലെ ഓഡിയോ വോളിയത്തിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെയായിട്ട് വയർലെസ് ചാർജിങ് സ്പോട്ട് കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്രൈവിംഗ് മോഡുകളെ കൺട്രോൾ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയുള്ളൊരു ഗിയർ നോബ് കൊടുത്തിരിക്കുന്നു. ഗിയർ നോബിൻ്റെ തൊട്ട് മുകളിലായിട്ട് മോഡ് സെലക്ട് ബട്ടൺ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. റൗണ്ട് ഷേപ്പിലുള്ള വളരെ ഭംഗിയുള്ള AC വെൻറ്റുകളാണ് ഡാഷ്ബോർഡിൻ്റെ രണ്ട് വശങ്ങളിലും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ മധ്യത്തിലായിട്ട് ഒരു ത്രെഡിൻ്റെ ഡിസൈനുള്ള ഒരു ലൈന് കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ലെതർ ഫിനിഷോട് കൂടിയ ഒരു ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. ആംറസ്റ്റിൻ്റെ താഴെയായിട്ട് ഒരു കൂൾ ഗ്ലൗ ബോക്സ് കൊടുത്തിരിക്കുന്നു. ചെറിയൊരു സൺറൂഫാണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ ഒരു ഭാഗത്ത് സൺറൂഫിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. മൈക്ക് കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഡിമ്മിങ് മിറർ കൊടുത്തിരിക്കുന്നു. ബ്ലാക്കിൻ്റെയും ബ്രൗണിൻ്റെയും കോമ്പിനേഷനിൽ തന്നെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡോർ പാഡും ചെയ്തെടുത്തിട്ടുള്ളത്. ഏറ്റവും താഴെയായിട്ട് സ്പീക്കർ കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം പേപ്പേഴ്സൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. തൊട്ട് മുകളിലായിട്ട് പവർ വിൻഡോയുടെയും മറ്റും കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. അലൂമിനിയം ഫിനിഷിൽ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ലോക്ക് അൺലോക്ക് ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. വളരെയധികം തൈ സപ്പോർട്ട്, അതുപോലെ ബാക്ക് സപ്പോർട്ടൊക്കെ ഉള്ള ലെതർ ഫിനിഷോട് കൂടിയ സീറ്റുകളാണ് രണ്ടാം നിരയിലും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ലെഗ് റൂം രണ്ടാം നിരയിലെ യാത്രക്കാർക്ക് ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മധ്യത്തിലായിട്ട് അത്യാവശ്യം ഉയർന്നു നിൽക്കുന്ന ഒരു ടണൽ ഉള്ളത് കൊണ്ട് തന്നെ 2 പേർക്ക് സുഖമായി യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് രണ്ടാം നിരയിലെ സീറ്റുകൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടാം നിരയിലെ സീറ്റിലൊരു ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിൽ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. രണ്ടാം നിരയിലെ യാത്രക്കാർക്ക് വേണ്ടി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കൺട്രോൾ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് അലുമിനിയം ഫിനിഷുള്ള ഒരു ഭാഗത്ത് ലാൻഡ് ക്രൂയിസർ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെയായിട്ട്
12 വോൾട്ടിൻ്റെയും അതുപോലെ മൊബൈൽ ചാർജിങ്ങിൻ്റെയും പവർ പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് പുറകിലെ ഡോർ പാഡും ചെയ്തിട്ടുള്ളത്. ഏറ്റവും താഴെയായിട്ട് സ്പീക്കർ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ 2 ബോട്ടിലുകൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. തൊട്ട് മുകളിലായിട്ട് പവർ വിൻഡോയുടെ കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അലുമിനിയം ഫിനിഷുള്ളൊരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഡോർ ലോക്ക് അൺലോക്ക് ബട്ടൺ കൊടുത്തിരിക്കുന്നു. 2.4 ലിറ്റർ ടർബോ 4 സിലിണ്ടർ എഞ്ചിനാണ് 2024 ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോയിൽ വരുന്നത്. ഈ വാഹനം നൽകുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6000 RPM 267 ഹോഴ്സ് പവറാണ്. അതുപോലെ പരമാവധി ടോർക്ക് എന്ന് പറയുന്നത് 3600 RPM 430 ന്യൂട്ടൺ മീറ്ററാണ്. ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോയുടെ ലെങ്ത്ത് വരുന്നത് 4930 mm അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 1980 mm അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് 1935 mm ആണ്. പ്രധാനമായും 5 നിറങ്ങളിലാണ് ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്ന് നമ്മളീ കാണുന്ന ബ്ലൂ എന്ന് പറഞ്ഞ കളർ, കൂടാതെ ബ്ലാക്ക്, വൈറ്റ്, അതുപോലെ തന്നെ ഗ്രേ, സാൻഡ് എന്നിങ്ങനെയുള്ള 5 നിറങ്ങളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. 2024 ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോയുടെ ഫുൾ ഓപ്ഷൻ മോഡലിൻ്റെ സൗദി അറേബ്യയിലെ പ്രൈസ് വരുന്നത് 2,85,000 റിയാലാണ്. ഇത്രയൊക്കെയാണ് 2024 ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.